നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൃശൂർ പൂരം വീണ്ടും ഒരു മതിവരാ കാഴ്ചയായി. ഇന്നലെ രാവിലെ 7 മണിയോടെ കണിമംഗലം ശാസ്താവിന്റെ പൂരമാണ് വടക്കുംനാഥന് മുന്നിൽ ആദ്യമെത്തിയത്. തുടർന്ന് അയ്യന്തോൾ, ലാലൂർ, നെയ്തലക്കാവ്, ചൂരക്കോടുകാവ്, ചെമ്പുകാവ്, കാരമുക്ക് ഭഗവതിമാരും പനമുക്കംപിള്ളി ശാസ്താവും ആനകളുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയിൽ വടക്കുംനാഥന്റെ സന്നിധിയിലെത്തി. 7:30 തിരുവമ്പാടി ഭഗവതിയുടെ പുറപ്പാടായി. തുടർന്ന് മഠത്തിലിറക്കി പൂജ. 10:30 പ്രസിദ്ധമായ മഠത്തിൽ വരവ്. പഞ്ചവാദ്യത്തിന് കോങ്ങാട് മധുവിന്റെ പ്രമാണം. തിടമ്പേറ്റി തിരുവമ്പാടി ചന്ദ്രശേഖരൻ. ഇടം വലം കൂട്ടായി പുതുപ്പള്ളി സാധുവും കുട്ടൻകുളങ്ങര അർജുനും. 3 നായ്ക്കനാലിൽ പഞ്ചവാദ്യം പാണ്ടിക്ക് വഴിമാറി. ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പ്രമാണം. പാറമേക്കാവിന്റെ പുറപ്പാട് ഉച്ചയ്ക്ക് 12:30. തിടമ്പേറ്റി ഗുരുവായൂർ നന്ദൻ. കിഴക്കൂട്ട് അനിയന്മാരാരുടെ പ്രമാണത്തിൽ 300ഓളം കലാകാരന്മാർ നിരന്ന മേളം. 2:30 ഇലഞ്ഞിത്തറയിൽ മേളത്തിന് ആദ്യ കോൽ വീണു. കാത്തുനിന്ന പുരുഷാരവം ആർത്തിരമ്പി. മേളം കലാശിച്ച് 5 മണിയോടെ തെക്കോട്ടിറക്കം. തെക്കേ ഗോപുരത്ത് വഴി ആദ്യം പാറമേക്കാവും പിന്നെ തിരുവമ്പാടിയും. വടക്കുംനാഥന്റെ മൈതാനത്ത് ആർപ്പുവിളിയുമായി ജനലക്ഷങ്ങൾ. ഇരുവിഭാഗവും അഭിമുഖം നിരന്നതോടെ കുടമാറ്റത്തിന് തുടക്കം. 30 സെറ്റിലേറെ കുടകൾ ഇരുവിഭാഗവും വാനിലുയർത്തി. 7 മണിയോടെ കുടമാറ്റം സമാപിച്ച് ഭഗവതിമാർ മടങ്ങി. പൂരനഗരിയിലെ മാരിവില്ലിന് 7 അല്ല 700 വർണ്ണമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വർണ്ണക്കുടകളുടെ മാറ്റത്തിന് പോലീസ് ഒരുക്കിയ കനത്ത സുരക്ഷയ്ക്കിടയിൽ അക്ഷമരായി ജനസാഗരം ചുട്ടുപൊള്ളുന്ന വെയിലിലും കാത്തുനിന്നു. 6 മണിയോടെ കുടകൾ ഉയർന്നു. 1.5 മണിക്കൂറിലേറെ നീണ്ടുനിന്ന കുടമാറ്റം വർണ്ണവിസ്മയങ്ങളുടെ മേളക്കാഴ്ചയായി. ആദ്യം പാറമേക്കാവ് വിഭാഗം കുട ഉയർത്തിയപ്പോൾ തിരുവമ്പാടി പ്രതികരിച്ചില്ല. പാറമേക്കാവിന്റെ 2ഉം 3ഉം കുട ഉയർന്നപ്പോൾ തിരുവമ്പാടി വർണ്ണവൈവിധ്യമുള്ള മറുപടി നൽകി. പിന്നെ വർണ്ണങ്ങളുടെ മത്സരമായിരുന്നു. അയോധ്യ രാമക്ഷേത്രവും രാംലല്ലയും വില്ലുകുലച്ച് ശ്രീരാമചന്ദ്രൻ വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ വർണ്ണക്കാഴ്ചയൊരുക്കി കുടമാറ്റത്തിലെത്തി. വടക്കുംനാഥന്റെ മണ്ണിൽ അയോധ്യാധിപൻ എത്തിയതോടെ ആവേശത്തിന്റെ കൊടുമുടിയിൽ ജനങ്ങൾ ആർപ്പുവിളിച്ചു. സാമ്പ്രദായിക കുടകൾക്കൊപ്പം സ്പെഷ്യൽ കുടകളായി LED കുടകളും ഇരുനില കുടകളും മറ്റും എത്തിയിരുന്നു. എന്നാൽ എന്നത്തെയും പോലെ പൂരത്തിൽ മാറ്റുരച്ച സർപ്രൈസ് കുടകൾ ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ദൃശ്യവിരുന്നൊരുക്കി. ശ്രീരാമചന്ദ്രനെ തിരുവമ്പാടി ഉയർത്തിയപ്പോൾ രാമലല്ലെ ഉയർത്തി പാറമേക്കാവ് വർണ്ണവിസ്മയം തീർത്തു. തൊട്ടു പിന്നാലെ അയോധ്യ ക്ഷേത്രത്തിന് മുകളിലായി ശ്രീരാമചന്ദ്രൻ നിൽക്കുന്ന ചിത്രം ഉയർത്തി വീണ്ടും തിരുവമ്പാടി കുടമാറ്റത്തിൽ മുന്നിട്ടു നിന്നു. വാനിൽ അമ്പയ്യാൻ നിൽക്കുന്ന ശ്രീരാമനും തിരുവമ്പാടിയുടെ സർപ്രൈസ് വിരുന്നുകളിലൊന്നായി മാറി. തിരുവമ്പാടി രാമക്ഷേത്രത്തിന്റെ മാതൃക ഉയർത്തിയത് കാഴ്ചക്കാരിൽ ആവേശം സൃഷ്ടിച്ചു. അവസാനമായി തിരുവമ്പാടി ഉയർത്തിയ ചന്ദ്രയാന്റെ മാതൃക കാഴ്ചക്കാരിൽ ദേശീയതയും ശാസ്ത്രാവബോധവും ഉയർത്തുന്നതായിരുന്നു. ഭാരതത്തിന്റെ ചന്ദ്രയാന് പൂരാശംസകൾ എന്നെഴുതിയാണ് ചന്ദ്രയാന്റെ മാതൃകയിലുള്ള കുട ഉയർത്തിയത്. 15 സ്പെഷ്യൽ കുടകൾ ഉൾപ്പെടെ 60 സെറ്റ് കുടകളാണ് മാറ്റിയത്. ലൈക്ര, സിയോൺ, ബനാറസ്, പടയണി, ഫെർ തുടങ്ങിയ വിദേശ തുണികൾ കൊണ്ട് നിർമ്മിച്ച കുടകളും വർണ്ണം വിതറി. 1.5 മണിക്കൂറോളം പൂരപ്രേമികൾക്ക് നയനവിരുന്നൊരുക്കിയാണ് കുടമാറ്റം അവസാനിച്ചത്. കുടമാറ്റം കാണാൻ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. ഓരോ കുടകൾ മാറി മാറി അവതരിപ്പിച്ചപ്പോൾ കാണാനെത്തിയവർ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയും കൈകളിലുള്ള വിശറികൾ വാനിലേക്ക് വലിച്ചെറിഞ്ഞും ആവേശം പ്രകടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.